പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ ബോധ്യങ്ങൾ കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നല്ല വികൃതി കുട്ടന്മാരുണ്ട്. അവർ നന്നായി പഠിക്കും, പക്ഷേ നല്ല വികൃതിയുണ്ട്. നല്ല വികൃതി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചെറിയ പ്രായത്തിലുള്ള എല്ലാ തരവും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സിനെ അനുസരിക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എത്ര ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞാലും മോശമായ മേഖലയിൽ നല്ല അറിവ് അവർക്ക്. നിങ്ങൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വീട്ടുകാരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഒക്കെ അനുസരിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ നന്മ ചെയ്യേണ്ടതിന് പകരം തിന്മ ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേൽ ഒരാൾക്ക് ആധിപത്യം വരും. അത് പിശാചിനാണ്. എൻ്റെ ക്ലാസ്സിലുള്ളത് 2 ക്രിസ്ത്യൻ കുട്ടികളേ ഉള്ളൂ, ബാക്കിയെല്ലാം അക്രൈസ്തവരായ മക്കളാണ്. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പറയും, ആധിപത്യം വരും. ഇതിനി എങ്ങനെ നിങ്ങൾക്കറിയാമെന്നറിയോ? ഇപ്പം നിങ്ങൾ പഠനകാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണത്. ഇത് പഠന മേഖലയിലൂടെ തന്നെ നിങ്ങളോട് തിരിച്ചു ചോദിക്കണ ഒരു കാലം വരും. അത് ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ റിസൾട്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂവിന് പാസ്സാവാൻ പറ്റാതെ നിൽക്കണതാ. അതായിരിക്കും ഇന്ന് നിങ്ങൾ കാണിക്കണേന് നിങ്ങളോട് പകരം ചോദിക്കുന്നത്. അതാണ് ഈ പിശാചിൻ്റെ സ്വഭാവമെന്ന്. ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് വന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കറക്ഷൻ കൊടുക്കണ ഈ 2 കുട്ടികൾക്ക്, അവർ നന്നായി പഠിക്കണവരാ, എല്ലാത്തിനും എ ഗ്രേഡ് ഉണ്ട്. ഒരു വിഷയത്തിന് അവരുടെ എ ഗ്രേഡ് പോയി, 2 പേരുടെ. ഞാൻ ക്ലാസ്സിലെ മൊത്തം കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം നോക്കി, ഇവരുടെ എ ഗ്രേഡ് പോയി സങ്കടപ്പെട്ട് നിൽക്കുക 2 പേരും. ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പറയുമായിരുന്നു, നിങ്ങളുടെ പഠന മേഖലയിൽ നിങ്ങളോടിത് തിരിച്ചു ചോദിക്കണ സമയം വരുമെന്ന് ഞാൻ പറയുമായിരുന്നില്ലേ? ഇപ്പം നോക്കി, എല്ലാ കുട്ടികൾക്കും മനസ്സിലായി ഇങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്നത്, ഇങ്ങനെയാണെന്ന്. ഇതുപോലെയുള്ള ബോധ്യം ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യമാണ്, പക്ഷേ ഇതുപോലുള്ള ബോധ്യം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുമ്പോഴാ അവർക്ക് മനസ്സിലാവുള്ളൂ അവർ ചെയ്യുന്നതിൻ്റെ ആ പരിണിത ഫലം എന്താണെന്ന്.